സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. ഇതാണ് പ്രശ്നം. ഇവിടെയാണ് പ്രശ്നം. CPM-നെയും LDF-നെയും സഖാക്കളെയും ഭയപ്പെടുത്തുന്നത്, വിറപ്പിക്കുന്നത്, വരാനിരിക്കുന്ന വലിയ തോൽവി മുന്നിൽ കാണിക്കുന്നത് ഈ വരികളാണ്. അതായത് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ എന്നുള്ളത് അവർക്ക് കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന ആ വചനങ്ങളുണ്ടല്ലോ, സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ, ആ വരി സഖാക്കൾക്ക് ഏൽപ്പിക്കുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല. സ്വർണം കട്ടവനും അകത്ത് കിടന്നവനും ഒക്കെ സഖാവാണ്. സഖാക്കളുടെ ഭരണത്തിന് കീഴിലാണ് ഈ കൊള്ള മുഴുവൻ നടന്നിരിക്കുന്നത്. സഖാക്കൾ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോഴാണ് സ്വർണം ചെമ്പായി മാറിയത് എന്നത് ആവർത്തിച്ചാവർത്തിച്ച് ജനമനസ്സുകളിൽ ആഴത്തിൽ പതിയുന്നിടത്താണ് സഖാക്കൾക്കുള്ള തിരിച്ചടി തുടങ്ങുന്നത്. അതിൻ്റെ കൂടെ അപ്പോൾ ജനങ്ങൾ പഴയ ശബരിമലക്കാലത്തെ വിഷയങ്ങളും അങ്ങ് ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ പതനം ഇരട്ടിയാകും, പ്രഹരം ഇരട്ടിയാകും. അയ്യപ്പ സംഗമം നടത്തിയാലും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മുദ്രാവാക്യം മോഡലിൽ വിളിച്ചാലും ഒന്നും, വെള്ളാപ്പള്ളിയെ ഇപ്പുറത്തിരുത്തിയാലും ജനങ്ങൾ ഇത് മറക്കാൻ പോകുന്നില്ല എന്ന ബോധ്യം CPM-നും LDF-നും ആഴത്തിലുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ വിഷയം ആളിക്കത്തുന്നതിലൂടെ ഏറ്റവും അധികം ഹൈന്ദവ വോട്ട് ബാങ്ക് നഷ്ടമാകുന്നത് CPM-നാണ്. അതിൽ വലിയൊരു പങ്ക് UDF-ലേക്കും മറ്റൊരു പങ്ക് BJP-യിലേക്കും കൃത്യമായി സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് CPM തിരിച്ചറിയുന്നു, LDF തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഈ വരികൾ ഇനി ഇവിടെ പാടില്ല എന്ന മട്ടിൽ തിട്ടൂരമിറക്കിക്കൊണ്ട് അയ്യപ്പ ഭഗവാനെ ആക്ഷേപിക്കാൻ വേണ്ടി ചില വർഗീയവാദികൾ പടച്ചുവിട്ട വരികളാണിത്. ഇതിനു പിന്നിൽ വർഗീയ രാഷ്ട്രീയമാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗാണ് ഈ പാട്ടെഴുതിയത്. മുസ്ലിം ലീഗിൻ്റെ വർഗീയ ചിന്തയിൽ നിന്നുണ്ടായ ഹൈന്ദവ വിരുദ്ധതയാണിത് എന്ന മട്ടിലേക്കൊക്കെ വ്യാഖ്യാനങ്ങൾ വന്നു തുടങ്ങുമ്പോൾ അപകടകരമായ നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ ഘട്ടത്തിൽ പ്രധാനമായി കാണേണ്ടതുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിലൊന്ന് ഇതാ കാണുക. വായിൽ പഴം തിരികിയ ഒരു മീമൊക്കെ ഇട്ടിട്ട് ആ പോസ്റ്റ് വന്നിരിക്കുകയാണ്. പോറ്റിയെ കേറ്റിയെ പാട്ടിനെതിരെ റഹീം. ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഞങ്ങൾ പറയാൻ ശ്രമിച്ചത് ക്ഷേമവും വികസനവും നടപ്പിലാക്കാൻ പോകുന്ന നവകേരളത്തെക്കുറിച്ചുമാണ്. എന്നാൽ അവർ പറയാൻ ശ്രമിച്ചത് പൂർണ്ണമായും വിശ്വാസമാണ് എന്നൊരു ഫോട്ടോ ഇട്ടിട്ട് അതിനടിയിൽ അവർ എഴുതിയിരിക്കുന്നു. അഞ്ജു പാർവതി പ്രബീഷ് എന്ന ആളാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നോക്കുക, പറയുന്നത് ആരാണെന്ന് നോക്കണേ. റഹീം. വെറും റഹീമല്ല, സഖാവ് റഹീം. അതായത് രമണ ശബരിമല അടപടലം കട്ടുമുടിച്ച് സ്വർണം ചെമ്പാക്കിയതിനകത്ത് കിടക്കുന്ന സഖാവ് പപ്പൻ്റെയും സഖാവ് കട്ടളവാസുവിൻ്റെയും അതേ പ്രത്യയശാസ്ത്രത്തെ ഉദരത്തിൽ വഹിക്കുന്ന തമ്പ്രാൻ അടിമ റഹീം. അയ്യപ്പസ്വാമിയെ പെണ്ണ് കെട്ടിക്കാൻ ഇറക്കിയ പൂമരൻ സഖാവിൻ്റെ പുന്നാര സഖനായ സഖാവ് റഹീം. ടിയാൻ പറയുന്നത് ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ചാണെന്ന് നോക്കണേ. പോറ്റിയെ കേറ്റിയെ എന്ന പാരടി ഗാനത്തിനെതിരെയും വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ രോമാഞ്ചിഫിക്കേഷൻ വന്നോ? എങ്കിൽ അനിയ നിൽ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ കമ്മിണി പെണ്ണുങ്ങൾ വലിയ ഒരു കവാടം കെട്ടി ദാ കണ്ടോ യോനി കവാടം, ദാ കണ്ടോ ആർത്തവരക്തം എന്നൊക്കെ പറഞ്ഞ് ആർത്തവ വിപ്ലവം നടത്തിയത് ഓർക്കുന്നുണ്ടോ? അന്ന് അതിൻ്റെ മറപിടിച്ച് കേരളവർമ്മയിലെ ബുളുബുള് എത്തപ്പൈ നരുന്തുകൾ അയ്യപ്പസ്വാമിയുടെ തലകീഴായിട്ടുള്ള ചിത്രം വരച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും 2 കാലുകളും അതിൽ ഇറ്റുകിടക്കുന്ന രക്തത്തുള്ളികളും വരച്ച് ഫ്ലെക്സാക്കി വെച്ചു. അന്നേരം അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതിയ സഖാക്കളുടെ അപ്പോസ്തലനായിരുന്നു ഈ റഹീം സഖാവ്. പിന്നീട് ജിയോ ബേബിയുടെ മറ്റേ അടുക്കള സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ മലയ്ക്ക് പോകാൻ മാലയിട്ട് 2 കഥാപാത്രങ്ങളുടെ മേലേക്ക് സിങ്കിലെ മലിനജലം ഒഴിക്കുന്ന സീൻ കണ്ടിട്ട് ആഹാ പ്രമാദം, കൊടുക്കടാലെതിരെ നടനും നടിക്കും അവാർഡ് എന്ന് പറഞ്ഞ കമ്മിക്കൂട്ടത്തിലെ നേതാവ് ഇപ്പോൾ ഒരു പാരഡി ഗാനം കേട്ടിട്ട് പല്ല് ഞെരിക്കുന്നു പോലും. ഇക്കണ്ട നാൾ മുഴുവനും, അതായത് ഭരണത്തിൽ കയറിയ പിറ്റേ മാസം മുതൽ ശബരിമലയ്ക്കും അയ്യപ്പസ്വാമിക്കും വിശ്വാസികൾക്കുമെതിരെ പൂരപ്പാട്ട് ഇക്കണ്ട സൈബർ വെട്ടുക്കിളികൾ മുഴക്കി ലോക്കൽ അന്തംസ് വഴി പാർട്ടി ചതുരവടി പൂമരൻ വരെ പാടി നടന്നപ്പോൾ വായിൽ നല്ല പുഴുത്ത പഴം തിരികെ വെച്ചിരുന്ന റഹീം സഖാവിന് ഇപ്പോൾ രോഷം വരുന്നുവെങ്കിൽ പാട്ട് ആസനം വരെ പൊള്ളിച്ചു എന്നർത്ഥം. തല കീഴായി വരച്ച അയ്യപ്പസ്വാമിയും അതിലെ ആർത്തവത്തുള്ളികളും വിപ്ലവം. അത് ആഹാ. സഖാക്കൾ സ്വർണം കട്ടു എന്ന കാര്യം അസലായി സത്യസന്ധമായി പാരടി പാടിയാൽ അത് ലോഹം. എന്തോ നടൈ എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, മറ്റൊരു കമൻറ്റ് നോക്കുക. അപരൻ്റെ ശബ്ദം, അപരൻ്റെ വിയോജിപ്പിൻ്റെ ശബ്ദം ഒരു സംഗീതം പോലെ എൻ്റെ കാതുകളിൽ ഞാൻ ആസ്വദിക്കുന്ന ഒരു കാലം. അതാണ് ചുവപ്പിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ വസന്തകാലമെന്ന് കാറൽ മാർക്സ്.
ഈ സിദ്ധാന്തം എഴുതിയ ആചാര്യൻ്റെ പാർട്ടിക്കാർ കട്ടുമുടിക്കുന്നതിന് കുഴപ്പമില്ല, നാട്ടുകാർ പാട്ടെഴുതുന്നത് കുഴപ്പം. മറ്റൊരു പ്രധാനപ്പെട്ട വരി നോക്കുക. പാട്ടെഴുതിയ ആളുടെ മതം ബീഹാറിൽ പാൻസ് അഴിച്ചു നോക്കി തല്ലിക്കൊന്നത് പോലെ, അവിടെ BJP, ഇവിടെ CPM. ആ മതം നോക്കി CPM ഖലാസികളെ മാത്രമാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. MP മുതൽ ബ്രാഞ്ച് വരെ ഇതേ പാറ്റേൺ എന്ന രീതിയിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ വിഷയം വർഗീയവൽക്കരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുകയാണ്. അതായത് ഈ പാട്ടെഴുതിയത് മുസ്ലിം ലീഗുകാരാണ്, മലപ്പുറത്തുകാരാണ്, അവർ മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്, അന്യമത വിദ്വേഷമാണ്, മതവിദ്വേഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ കമ്മ്യൂണലാക്കി മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള ശ്രമം പല കേന്ദ്രങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റ്, ഒരു പഴയ പോസ്റ്റ് നമ്മുടെ ഒരു പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. നോക്കുക. ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന അഡാർ ലവ് എന്ന സിനിമയിലെ മാണിക്യമലരായ പൂവി എന്ന ഗാനവും അതിൻ്റെ ദൃശ്യാവിഷ്കാരവും വലിയ വിവാദവും ചർച്ചയും ഉയർത്തിയിരിക്കുകയാണല്ലോ. അതിനിടയിൽ ഈ മാപ്പിളപ്പാട്ടിനെതിരെ ഹൈദരാബാദിലൊരു വിഭാഗം മുസ്ലിം മതമൗലികവാദികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രവാചകനായ മുഹമ്മദ് നബിയെ നിന്ദിക്കുന്നതാണ് ഗാനമെന്നാരോപിച്ച് അതിൽ കുറച്ചുപേർ ഹൈദരാബാദിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയതായി മനസ്സിലാക്കുന്നു. ഇതൊന്നും യാദൃശ്ചികമായി കാണാനാകില്ല. സ്വതന്ത്രമായ കലാവിഷ്കാരത്തോടും ചിന്തയോടുമുള്ള അസഹിഷ്ണുതയാണിത്. അസഹിഷ്ണുത ഏത് ഭാഗത്തു നിന്നാലായാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ ഹിന്ദു വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും തമ്മിൽ ഒത്തുകളിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല. PM ജബ്ബാർ എഴുതിയ ഈ പാട്ട് തലശ്ശേരി റഫീഖിൻ്റെ ശബ്ദത്തിൽ 1978 ആകാശവാണി സംപ്രേഷണം ചെയ്തിരുന്നു. എന്നാൽ പ്രസിദ്ധ മാപ്പിളപ്പാട്ട് ഗായകൻ എരഞ്ഞോളി മൂസയാണ് ഈ പാട്ടിന് വലിയ പ്രചാരം നൽകിയത്. മാണിക്യമലർ പതിറ്റാണ്ടുകളായി മുസ്ലിം വീടുകളിൽ വിശേഷിച്ച് കല്യാണവേളയിൽ പാടി വരുന്നുണ്ട്. നല്ല മാപ്പിളപ്പാട്ടുകളിൽ ഒന്നാണിതെന്ന് പാട്ട് ശ്രദ്ധിച്ചവർക്കറിയാം. മുഹമ്മദ് നബിയുടെ സ്നേഹവും ഖദീജ ബീവിയുമായുള്ള വിവാഹവുമാണ് പാട്ടിലുള്ളത്. മതമൗലികവാദികൾക്ക് അവർ ഏതു വിഭാഗത്തിൽപ്പെട്ടവരായാലും എല്ലാത്തരം കലാവിഷ്കാരത്തെയും വെറുക്കുന്നു എന്ന വസ്തുതയാണ് ഈ വിവാദവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കലകളിലൂടെയും സാഹിത്യത്തിലൂടെയും മനുഷ്യന് ലഭിക്കുന്ന സന്തോഷവും വിജ്ഞാനവും അവർക്ക് സഹിക്കാൻ കഴിയില്ല. മതമൗലികവാദത്തിനും വർഗീയവാദത്തിനുമെതിരായ ശക്തമായ ആയുധമാണ് കലയും സാഹിത്യവും. ആ നിലയിൽ കലയും സാഹിത്യവും ഉപയോഗിക്കുന്നവർക്കൊപ്പമാണ് നാം നിലകൊള്ളേണ്ടത് എന്ന് ഞങ്ങളുടെ പിണറായി വിജയൻ പണ്ട് ഒരു വിവാദമുണ്ടായ സമയത്ത് തൻ്റെ FBയിലിട്ട പോസ്റ്റാണ്. അതിപ്പോൾ കമൻറ്റുകളായിട്ട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, കലയും സാഹിത്യവും ഒക്കെ ഉപയോഗിക്കുന്നവർക്കൊപ്പം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പം എന്ന് പറയുന്ന അതേ പിണറായി വിജയനും സർക്കാരും LDFും CPM നേതാക്കളും ഒക്കെ ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ആസനം പൊള്ളിച്ചപ്പോൾ അതിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച. എന്തായാലും CPM തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഉലഞ്ഞിരിക്കുകയാണ്. പാനൂരിലൊക്കെ അവർ വാളെടുക്കുന്നതും ആക്രമിക്കാൻ നടക്കുന്നതും നമ്മൾ കണ്ടു. പലയിടത്തും വെല്ലുവിളികൾ നടക്കുന്നുണ്ട്, പലയിടത്തും പല രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിനിടയിലാണ് ഈ പാട്ട് തന്നെ നിരോധിച്ച് പൂർണ്ണമായി ഇതിനെ അങ്ങ് ഇല്ലാതാക്കാം, അങ്ങനെ ഭയപ്പെടുത്തി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാം, മറ്റേ പെൻഷൻ വാങ്ങി ശാപ്പാടടിച്ചവർ ഞങ്ങൾക്ക് വോട്ട് കുത്തിയിട്ട് പോയാൽ മതി എന്ന നിലയിൽ ഒരു വികാരം ഉണ്ടാക്കാം എന്നൊക്കെയാണ് ലക്ഷ്യമെങ്കിൽ അടപടലം തകർച്ചകളാണ് ഇനിയും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതാണ് നിലപാടെങ്കിൽ എന്ന് മാത്രമേ പറയാനുള്ളൂ.